അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാൽ ദാ correct combination of A, B, C and D inputs which can cause LED to glow. LED കത്തണം. ആരാ LED? ഏതാ LED? This is the LED. LED കത്തണമെങ്കിൽ കണ്ടീഷൻ എന്താ? There should be a potential difference. ഒരു സാധനം, ഒരു ഡിവൈസ് കത്തണം എന്നുണ്ടെങ്കിൽ അതിലൂടെ കറണ്ട് ഒഴുകണമെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവണം. റൈറ്റ്? ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുന്നത് മാത്രം പറഞ്ഞാൽ പോരാ. ഇത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ LED-ൻ്റെ ഡയോഡ് വെച്ച് ഫോർവേഡ് ബയസ് ആവുക എന്ന് കൂടി പറയാം നമുക്ക് വേണമെങ്കിൽ, അല്ലേ? അപ്പം ഇവിടെ പ്ലസ് ഹൈ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ 1 വരണം. യെസ്, ഇവിടെ 0 വരണം. അപ്പോഴല്ലേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫോർവേഡ് ബയസ് ആവും. തിരിച്ച് ഇവിടെ 1ഉം ഇവിടെ 0 ആയാൽ ഇത് ഹൈ പൊട്ടൻഷ്യൽ, ഇത് ലോ പൊട്ടൻഷ്യൽ, അങ്ങനെ പറഞ്ഞാൽ റിവേഴ്സ് ബയസ് ആവില്ല. അപ്പം ഇങ്ങനെ വരണം, മേൽഭാഗം 1 വരണം, താഴ്ഭാഗം 0 വരണം. അപ്പോഴാണ് അതെന്താവുന്നത്, ഫോർവേഡ് ബയസ് ആവുന്നത്. അപ്പോഴേ കറണ്ട് കണ്ടക്ട് ചെയ്യും, അപ്പോഴേ അത് ഗ്ലോ ചെയ്യും. അതാണ് കൺസെപ്റ്റ്. അപ്പം ഇനി ഓരോ ഇൻപുട്ട് ചെക്ക് ചെയ്യാൻ നമുക്ക് 0100 കൊടുത്താൽ ഇതിലേ ഏറ്റവും എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന സാധനം ഈ സാധനം കണ്ടു പരിചയമുണ്ടോ? ദിസ് ഇസ് എ നാൻഡ് ഗേറ്റ്. ഇതേത് ഗേറ്റാ? നാൻഡ് ഗേറ്റ്. ഓക്കെ, ഇത് രണ്ടും ഏത് ഗേറ്റാ? ഈ രണ്ട് സാധനവും നോർ ഗേറ്റുകളുടെ 2 ഇൻപുട്ടും ജോയിൻ ചെയ്തുണ്ടോ? അതാ 2 ഇൻപുട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ രണ്ടും നോർ ഗേറ്റ് കൊണ്ട് നോട്ട് ഉണ്ടാക്കിയതാണ്. ഫൈൻ. നാൻഡിൻ്റെ 2 ഇൻപുട്ടിലും നോട്ട് കണക്ട് ചെയ്താൽ ആ സാധനം ഓർ ഗേറ്റ് ആണ്. അപ്പം ഇത് ഓർമ്മയുള്ളവരുണ്ടെങ്കിൽ ദാറ്റ്സ് ഈസിയസ്റ്റ് വേ. ദിസ് ഇസ് ഓർ ഗേറ്റ്. ഓക്കെ, ഒരു ബേസിക് കൺസെപ്റ്റ് പഠിച്ചു വെച്ചാൽ നല്ലതാ. നാൻഡിൻ്റെ 2 ഇൻപുട്ട് നോട്ടാക്കിയാൽ ഓർ ഗേറ്റ്, ഓർ. അതേപോലെ നോറിൻ്റെ 2 ഇൻപുട്ട് നോട്ടാക്കിയാൽ നാൻഡ്. അതാണ് കേസ്. അതേപോലെ നാൻഡിൻ്റെ 2 ഇൻപുട്ടും ജോയിൻ ചെയ്താൽ നോട്ട്. റൈറ്റ്? നോറിൻ്റെ 2 ഇൻപുട്ടും ജോയിൻ ചെയ്താൽ അതും നോട്ടാ. റൈറ്റ്? എനിവേ, അങ്ങനെയാണെങ്കിൽ ഓറിന് 1 കിട്ടണം, അല്ലേ? എ ബി, എയോ ബിയോ അല്ലെ എയും ബിയോ 1 വന്നാൽ ഓർ 1 വരും. അപ്പം ഇത് 1 ആവും. ഇത് ശരിയാണ്. ഈ ഭാഗം അത് ശരിയാണ്. ഇത് തെറ്റാ. 0 വരിക. ഇതും ശരിയാവാൻ സാധ്യത ഉണ്ട്. ഈ ഭാഗം മാത്രം കേട്ടോ പറയുന്നത്. ഇതും ശരിയാവാൻ സാധ്യത ഉണ്ട്. റൈറ്റ്? അപ്പം ആ ഭാഗം നമ്മൾ നോക്കണ്ട. ഇനി ഇവിടെ നോക്കിയാൽ ഇതാ CD. ഇവിടെ നമുക്ക് എന്ത് കിട്ടണം? 0 കിട്ടണം. റൈറ്റ്? ഇതേത് ഗേറ്റാ? നോർ ഗേറ്റ്. നോറിൻ്റെ ഔട്ട്പുട്ട് 0 വരണമെന്നുണ്ടെങ്കിൽ ഏതാ? 2ഉം 1 വരുമ്പോൾ മാത്രമാണ് നോർ 0 തരിക. അമ്മേ കറക്റ്റ്? യെസ്. അപ്പം 2ഉം 1 വരണം. 2ഉം 1 വരുന്നത് ഏത് മാത്ര? യെസ്. ആ പറഞ്ഞ നാൻഡിൻ്റെ അല്ലേ? റൈറ്റ്? ഓറിൻ്റെ കേസ് ആലോചിച്ചാൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആയാൽ തന്നെ ഔട്ട്പുട്ട് 1. അപ്പം നോറിന് ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആയാൽ തന്നെ ഔട്ട്പുട്ട് 0. ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആയാൽ മതി. അപ്പം ഇത് രണ്ടും 0, അപ്പം അത് തെറ്റ്. ഇത് രണ്ടും 0, അതും തെറ്റ്. ഇത് ഓൾറെഡി തെറ്റാന്ന് പറഞ്ഞാണ്. ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 വരുന്ന കേസ് ഇത് മാത്രം. അപ്പം ആൻസർ ഈസ് 4. യെസ്, ദാറ്റ്സ് ദ ഈസിയസ്റ്റ് വേ ഐ തിങ്ക്. ഇനി അതും അല്ലെങ്കിൽ തിരിച്ച് ഞാൻ 4 ഒന്ന് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. റൈറ്റ്? 4ൻ്റെ കേസ് ഞാനൊന്ന് വരച്ച് കാണിച്ചാൽ ദാ ഇത് ഒരു നോർ ഗേറ്റ്, 100 കൊണ്ട് നോട്ട് ഉണ്ടാക്കി. ഇത് യെസ്. ഇനി ഇത് 2 നാൻഡ് അല്ലേ ഉള്ളത്? ഇത് നാൻഡ്. പിന്നെ ഇവിടെ ഉള്ളത് ഒരു നോർ ഗേറ്റ്. യെസ്. എന്നിട്ട് LED കൊടുത്തിട്ടുണ്ട്. ഇതല്ലേ കേസ്? അപ്പോൾ ഇവിടെ നമ്മൾ 4th 1 മാത്രം ഞാൻ ചെക്ക് ചെയ്യണേ. 1 1 1 കൊടുത്താൽ ഇവിടെ 0 വരും, ഇവിടെ 0 വരും. 0 0 വന്നാൽ നാൻഡിന് 1 ആണ്. അപ്പം അത് ശരി. ഇനി CD നോക്കിൻ്റെ അത് CD 01 അല്ലേ? 01 കൊടുത്താൽ 01 കൊടുത്താൽ ഓറിന് 1, നോറിന് 0. യെസ്, ദാറ്റ്സ് റൈറ്റ് ആൻസർ. അപ്പം മേലെ 1ഉം താഴെ 0 വന്നു. ഇങ്ങനെയും ചെക്ക് ചെയ്യാം. പക്ഷേ സോറിയേ, നിങ്ങൾ എക്സാമ്പിൾ ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ 1 2 3 4 ഈ ഓർഡർ ലൈൻ ചെക്ക് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ 3 ചെക്ക് ചെയ്തിട്ട് 4 എത്തുകയുള്ളൂ. റൈറ്റ്?